കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി സർക്കാർ എതിർക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രധാനമായും ഈ പൊതുമുതൽ നശിപ്പിച്ചതും ഒപ്പം ഈ പോലീസുകാരെ ദേഹോപദ്രവം ഏൽപ്പിച്ചതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രധാനപ്പെട്ട കേസുകൾ. ഇത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. ഒപ്പം അന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന പ്രതിഷേധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആഹ്വാന പ്രകാരമാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടന്നത് എന്നുള്ള വാദമാണ് നിലവിൽ പോലീസ് കോടതിയിൽ ഉന്നയിക്കുന്നത്. ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രസ്താവനകൾ ഒപ്പം ആഹ്വാനങ്ങളൊക്കെ തന്നെ ഈ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടിയെന്നും അത് ഒരു വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിച്ചു എന്നും ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. രാഹുൽ മറ്റ് പ്രതികൾക്ക് പ്രോത്സാഹനം നൽകിയെന്നതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഇപ്പോൾ കോടതിയിൽ ഉന്നയിക്കുന്ന വാദങ്ങളിലൊന്ന്. രാഹുൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഈ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴുത്തിൽ പിടിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് നിലവിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. സംഭവം നടക്കുന്ന സമയം, അതായത് ഈ പ്രതിഷേധം നടക്കുന്ന സമയം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് അണികൾക്കിടയിൽ കൂടുതൽ പ്രോത്സാഹനമുണ്ടാക്കി കലാപാഹനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദങ്ങളായി നടത്തുന്നത്. ആക്രമണത്തിന് രാഹുലിന്റെ അറിവുണ്ടെന്നും പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ തനിക്ക് ജാമ്യം നൽകണമെന്നൊരു ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രതിഷേധം അല്ല നടന്നത്, ആക്രമണമാണെന്ന പ്രോസിക്യൂഷന്റെ വാദം തള്ളിക്കൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് നടന്നത്. അതിൽ ആക്രമിക്കാനുള്ള തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നില്ല അന്ന് സെക്രട്ടേറിയറ്റിൽ നടന്നിരുന്നത് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ പ്രതിഭാഗം വാദിക്കുന്നത്. ഒപ്പം രാഷ്ട്രീയ പ്രതിഷേധം മാത്രമായിരുന്നു അന്ന് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിക്കുന്നുണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു. ഈ ചികിത്സാ രേഖകൾ അടക്കം നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മാത്രമല്ല അന്വേഷണവുമായി എല്ലാ തരത്തിലും രാഹുൽ സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണം എന്നൊരു ആവശ്യവും ഇപ്പോൾ പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. പുറത്ത് അതേസമയം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും തുടരുകയാണ്. വിജയകുമാർ.